ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഐഫോണിലുള്ള ഡാറ്റ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിസ്റ്റത്തിലുള്ള ഡാറ്റ എങ്ങനെ ഐഫോണിലോട്ട് മാറ്റുക എന്നുള്ളതും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ആ ബ്രൗസറിൽ സെർച്ച് ബാറിൽ ഐട്യൂൺ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. ഐട്യൂൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോപ്പി ചെയ്യാൻ പോകുന്നത്. ശേഷം ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഐട്യൂൺ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ഐട്യൂൺ ഫോർ വിൻഡോസ് ഫ്രം ദി മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇത്രയും പോവാതെ നിങ്ങളുടെ സെർച്ച് ബാറിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ആയിട്ട് വരും. മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ ആ സെർച്ച് ബാറിൽ നമ്മൾ ഐട്യൂൺ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐട്യൂൺ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഐട്യൂൺ എടുത്തിട്ടുണ്ട്. ഈ ഐട്യൂണിൽ ഞാൻ ഈ ഗെറ്റ് എന്നുള്ള കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇതിനകത്ത് വരാത്തത്. യെസ്, ഇപ്പം ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐട്യൂൺ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഐട്യൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ മാത്രമല്ല നമ്മുടെ മൊബൈലിന്റെ അപ്ഡേഷൻസ് എല്ലാം അതും ഈ ഒരു ഐട്യൂണിൽ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓക്കെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി കൊടുക്കുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ ഐട്യൂണിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ എഗ്രി കൊടുത്തിട്ട് പെർമിഷൻസ് എനേബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഐട്യൂൺ ഓപ്ഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐട്യൂണിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മൊബൈൽ കേബിൾ ത്രൂ കണക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പം കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ എടുത്ത് കേബിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തപ്പോൾ തന്നെ അത് ഇങ്ങനെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്, പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ ട്രസ്റ്റും ഡോൺ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ട്രസ്റ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഡ്രൈവിൽ ഐഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു ഐട്യൂണിലും അത് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കാം. യെസ്, ഇപ്പം നമ്മൾ പെർമിഷൻ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഉള്ള പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ അവിടെ വിസിബിളായി വരുന്നത് കാണാനായിട്ട് പറ്റും. യെസ്, ഇപ്പം നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാനായിട്ട് പറ്റും നമ്മുടെ ഫോണ്. ഇവിടെ ഒരു ഫോണിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ ഫോട്ടോസ്, ഫയൽ ഷെയറിങ് എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫയൽസ് നമ്മുടെ ഇതിനകത്തിലോട്ട് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ VLC ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിൽ വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു സ്പേസിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ട് കോപ്പി ആവും. അതേപോലെ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ സിസ്റ്റത്തിലുള്ളത് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലുള്ളത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലും ആ ഒരു ഫയൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഇത് ഇപ്പം ചെയ്തതുപോലെ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിലെ ഫയൽസ് നമ്മുടെ മൊബൈലിലോട്ടും മാറ്റാനായിട്ട് സാധിക്കും. ഇതേപോലെ മ്യൂസിക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് സോങ്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതേപോലെ വേറെയും സോങ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് മൊബൈലിലോട്ടും മൊബൈലിൽ നിന്ന് സിസ്റ്റത്തിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നതാണ്.